നാടൻ മത്തിക്കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഇടികല്ലിലിട്ട് നന്നായിട്ട് ഇടിക്കണം. ആരോഗ്യമുള്ളവർ ഇടിച്ചാൽ നന്നായിട്ട് ചതഞ്ഞ് കിട്ടും. നന്നായിട്ട് ഇടിച്ച് നല്ലപോലെ ഒരു പേസ്റ്റ് പോലെ ആകുന്ന പരുവാകുമ്പോൾ നിർത്തണം. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ ചട്ടിയൊക്കെ വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി മത്തി നല്ല സുന്ദരി കുട്ടിപ്പിയായിട്ട് വെട്ടി ഉരിഞ്ഞിരുത്തിയേക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിക്കണം. നാടൻ വെളിച്ചെണ്ണയാണേ. ഒഴിച്ച് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ച് പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ കടുകും നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി ഇടണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും ഇട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി അതിനകത്ത് കുറച്ച് ഉലുവ ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഉളുമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലേ നമുക്ക് കഴിക്കുമ്പോൾ, അതൊക്കെ ഈ ഉലുവ ഇടുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഉളുമ്പിൻ്റെ ചുവയൊന്നും കിട്ടത്തില്ല കേട്ടോ. നല്ലതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 കപ്പ് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മുളക് പൊടി ഇടും. ആവശ്യത്തിന് വേണം കേട്ടോ മുളക് പൊടി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ഇടാൻ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് മഞ്ഞൾ പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ നല്ലതായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വേവിച്ചിട്ട് നല്ലൊരു മൊരിഞ്ഞ മണം വരും. എന്താ പറയുന്നൊരു മൂക്കുന്ന മണം വരും. അപ്പം നമുക്ക് തുമ്മലും ചീറ്റലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്താൽ മതി നമ്മുടെ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. നന്നായിട്ട് പുളി 2 കഷ്ണം പുളിയാണ് എടുത്തത്. ആ പുളിയിൽ ഞാനൊരു 4-5 പീസാക്കി എടുത്തു. പുളിയൊക്കെ ഇല്ലാത്തവരങ്ങനെ ലാഭിക്കുക കേട്ടോ. 1 ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ പൊടിയെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇത് നമ്മൾ ഒരു പുളിയെല്ലാം നമ്മൾ യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി. എനിക്ക് വലിയതായിട്ട് ഇളക്കൊന്നും വേണ്ട. അതാ അരപ്പിനകത്ത് ഉപ്പിട്ട ശേഷം വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനെ എടുത്തിട്ടുണ്ട്. മീനും ലെവലനുസരിച്ചൊക്കെ നല്ല രീതിയിൽ നല്ല കളർഫുള്ളായിട്ട് മീനൊക്കെ ഇട്ട് മീനെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ കൂട്ടി മീനിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത് അരപ്പെല്ലാം കൂടെ നല്ല പിടിപ്പിച്ച് കുറച്ച് കരിവേപ്പില മസ്റ്റാണ്. ഏത് കറിക്കും കരിവേപ്പില ഉപയോഗിക്കുന്നുള്ളതാണ്. കരിവേപ്പില എല്ലാം ഇട്ട് ഉപ്പ് ശകലം നോക്കി അതിനിടയ്ക്ക് ഉപ്പൊക്കെ ഇങ്ങനെ നോക്കി ഗ്യാസിൽ നിന്നെടുത്ത് അടുപ്പയിലോട്ട് മാറ്റി. കാരണം ഗ്യാസ് ലാഭിക്കാം. പക്ഷേ എന്നാലും നമുക്ക് ആ വിറകടുപ്പിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ല രുചി. അതുകൊണ്ടാണ് മീൻകറിയെല്ലാം ഞങ്ങൾ സാധാരണ വിറകടുപ്പിലാണ് വയ്ക്കാറുള്ളത്. അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കളികളാണ് കാണുന്നത്. അങ്ങനെ മീൻ അടുപ്പിൽ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. വെന്ത ശേഷം സാമ്പാറും കൂട്ടി മീൻകറിയും കൂട്ടി നല്ലൊരു ഊണ്. മീൻ അടിപൊളിയായിരുന്നു. മീനയിൽ നമ്മൾ ഗ്രേവിയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു മത്തിക്കറി.